ഇരുണ്ടുപോയവരാണ്. വലിയ ദർശനങ്ങൾ കാണാൻ തുടങ്ങുക. ജീവിതത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെട്ടവർക്ക് വാതിലുകൾ തുറന്നു കിട്ടുന്ന ആവശ്യമാണ്. അതിനാണ് വലിയ കരുണ, വലിയൊരു അഭിഷേകം ഇതാ ദൈവമക്കളിലേക്ക് ഇപ്പോൾ ഒഴുക്കപ്പെടുക. ദൈവത്തിന്റെ വലിയ കരുണ ഒഴുക്കപ്പെടുക. ഇതാ തിരുവചനം പഠിപ്പിക്കുക. അവിടുത്തെ നിവാസികളിലാരും താൻ യോഗിയാണെന്ന് പറയുകയില്ല. 33:24. അവിടുത്തെ നിവാസികളിൽ ആരും താൻ യോഗിയാണെന്ന് ഇനി പറയില്ല. ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിലേക്ക് ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ കടന്നു വരുന്നവരാരും ഈ ഒരു രോഗം പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരില്ല. What is impossible with man is possible with God. അവിടുത്തെ നിവാസികളെ പ്രോഫസൈസ് Jesus mighty name. അവിടുത്തെ നിവാസികളിലാരും താൻ രോഗിയാണെന്ന് ഇനി പറയില്ല. ആരോഗ്യവാന്മാർ ഈ സ്ഥലത്ത് നൽകിയ ഇനിയെങ്കിലും ഇവർ അസുഖമുണ്ടെന്ന് നീ പറയില്ല. കർത്താവ് ഇടപെടുന്നു. ദിവസമായ രോഗങ്ങൾ 27 പേര് സത്യം ബാധിക്കും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ദിവസമായ രോഗം, മഞ്ഞപ്പിന്റെ രോഗം, ഹെപ്പറ്റൈറ്റിസ് ബി സി രോഗം, ഈ കൂട്ടായ്മയിൽ ബെൽറ്റ് ധരിച്ചു വന്ന ആരെങ്കിലും ബെൽറ്റ് കാണിച്ചു മാറ്റാം. ആരും ഇടത്തോട്ട് പലതോട്ടും നോക്കണ്ട. ബെൽറ്റ് ധരിച്ചു വന്നവൻ കർത്താവ് ഇപ്പോൾ ധരിച്ചു മാറ്റാനായിട്ട് കൽപ്പിക്കുന്നു. ബെൽറ്റ് ധരിച്ചു വന്നവൻ കഠിനമായ നടുവേദന ഉണ്ടായിരുന്നു, എലിക്ക് വേദന ഉണ്ടായിരുന്നു, കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കും. നടുവേദന ഉണ്ടായിരുന്നു തോന്നുന്നു പറഞ്ഞത് കുഞ്ഞുങ്ങൾ വെട്ടിയിരുന്ന് നോക്കിയോ. 19 ഞായറാഴ്ചകളിലെ സാധനം ആളുകൾ കൂടുതൽ കാണുന്നത് 7:30 പിന്നെ അവിടെ പറ്റും. ഇവിടെ നോക്ക് മക്കൾ വരും. ഞെട്ടാറുണ്ട്. അവര് കടന്നു പോകുന്ന നോമ്പരങ്ങൾ അങ്ങനെയും കണ്ടാവുക. നിങ്ങളെ പരിശോധിച്ചു കർത്താവിന് അത്രയ്ക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊരു സഹനം നൽകുള്ളൂ. നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചതെന്ന പോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നത് ആഹ്ലാദിക്കും. Rejoice. I say to you again, rejoice. ചിരിയെപ്പോഴും മുഖത്ത് വേണം കേട്ടോ. ഇന്ന് മുതൽ നിങ്ങളുടെ മുഖത്തിൽ ചിരി എപ്പോഴും പുഞ്ചിരി വേണം. സങ്കടപ്പെട്ട് നടക്കല്ലേ. ഹല്ലേലൂയ. നമ്മൾ ജീവിക്കണം. ജീവിതത്തെ മുഴുവൻ നോക്കിയൊരു സന്തോഷം പോലെ പറയുക.
ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കും. അവന്റെ മഹത്വം തീർന്നു തീർന്നു. ലോകത്തിന്റെ കാഴ്ചപ്പാടിൽ ജോലി ഡിസ്കസ് ചെയ്തു അല്ലെ, പറഞ്ഞുകൊണ്ടതിന്റെ അവിടെ അല്ലെ, കുടുംബജീവിതം തകർന്നു, അല്ലെങ്കിൽ വലിയ അപകടം ഉണ്ടായി, കൈ രണ്ട് കാലം പോയി. ചിറകടിച്ചുയർന്ന ആത്മാവിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. പറന്നുയരുന്ന പറന്നിറങ്ങുന്ന ആത്മാവിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത് ദൈവമാണ് തിരിച്ചറിയണം. ആര് നിങ്ങളെ അടിച്ചിട്ടാലും, ആര് നിങ്ങളെ തകർത്ത് കളഞ്ഞാലും, ഏതുവരെ ദുരന്തം ഉണ്ടായിരുന്നാലും, your investment is the Holy Spirit. എടാ കുട്ടപ്പ, നിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ പേര് ഹോളി സ്പിരിറ്റ് എന്നാ. ഈ തകർച്ചയെ അതിജീവിക്കാൻ, ഈ പ്രതിസന്ധി അതിജീവിക്കാൻ, ഈ മാനക്കേടിനെ അതിജീവിക്കാൻ investment is Holy Spirit. Your investment is the blood of Christ. കുഞ്ഞു മക്കൾ, വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും വചനം കേട്ടാൽ മനസ്സിലാവും. അമ്മമാര് പറയും, അച്ഛൻ്റെ പ്രസംഗം കേട്ട കൊച്ചുറങ്ങും. ഞാൻ പഴയടിപെട്ട കൊള്ളാമല്ലോ, എന്റെ പ്രസംഗം കേട്ടതാണ് മനുഷ്യന്മാര് ഉണരുകൾ ചെയ്യുന്നത്. നിന്റെ കൊച്ചെന്റെ പ്രസംഗം കേട്ടാൽ ഉറങ്ങത്തുള്ളൂ. വേറെ വെച്ച് ഭയങ്കര ബഹളം ഉണ്ടാക്കുമ്പോഴത്തേക്ക് യൂട്യൂബിൽ കിടന്ന് കുറച്ച് പോക്കുകൾ ഇവിടെ കോട്ടയം കിട്ടുക. വീട്ടിൽ കൊച്ചുകളിൽ വഴക്കുണ്ടാകുമ്പോൾ കൊച്ചിന് കാട്ടുള്ളത് കാണണ്ട. അച്ഛനെ പ്രസംഗം കേട്ടാൽ മതി, ഒന്നും പിടി കിട്ടത്തില്ലല്ലോ. ആ കുഞ്ഞു ഇങ്ങനെ മുമ്പിൽ ഇരിക്കും. ഞാൻ ചെല്ലിക്കോ, 2 or 3 വയസ്സുള്ള കുഞ്ഞിന്റെ മനസ്സിനെ പോലും ദൈവത്തിന്റെ വചനം തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞുങ്ങളെ പ്രവർത്തിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവിടെ ജീവിതം. ദൈവത്തെ അനുവദിക്കുക. നിന്റെ അതിർത്തി വിശാലമാക്കാൻ ചെയ്യാൻ പറയുന്നില്ലേ? നിന്റെ അതിർത്തികൾ വിശാലമാക്കാൻ മനോഹരമായ വചനം വായിക്കാൻ പോണ്ട. നിന്റെ അതിർത്തികൾ കയറഴിച്ച് ചീട്ടിക്കെട്ട് വെച്ചേ കൂരപ്പനയാണോ? അതൊക്കെ 4 ഒരു കയറടിച്ച് ജ്ഞാനത്തിന്റെയും ശബ്ദമാണ് സന്തോഷം. വെളിയിലുള്ള സന്തോഷം, കള്ള സന്തോഷം. ജ്ഞാനം ദൈവത്തിന്റെ വെളിപാടുകൾ, ദൈവത്തെ വെളിച്ചത്തിൽ കാണുന്ന ജ്ഞാനം. ജ്ഞാനത്തിന്റെയും വിവേകം. തെറ്റുമല്ല, എന്തു വന്നാലും ദൈവത്തെ നോക്കി. ഇത് ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിങ്ങൾ മുമ്പിൽ വെച്ചിരിക്കുന്നു. കൈ എപ്പോഴും ദൈവത്തിലേക്കാണ്. പള്ളിയിൽ വെളിയിലാകാൻ ചിലർ പള്ളിക്ക് വെളിയിലിരിക്കുന്നു, ചിലർ വന്നിട്ട് മുമ്പിലേക്ക്. പള്ളിയിൽ വെളിയിലാകാൻ പറ്റുന്നില്ല ചില മനുഷ്യൻ. തെരഞ്ഞെടുക്കണം, ലാഭത്തിന് പോലെ. ഇതിനകത്ത് ബുദ്ധിയൊന്നുമില്ല. ഇത് കർത്താവ്. ഇത് നമുക്ക് നോയമ്പ് 25 നോയമ്പിന് നാളെ ചത്ത് കിടന്ന് നോയമ്പെടുക്കണം. ചത്ത് കിടന്ന് നോയമ്പെടുക്കണം. വെള്ളിയാഴ്ച ശരിക്കും ഉപവാസം എടുക്കണം. വിഷ്ണു നാമത്തിൽ പറയണേ, ആത്മീയ ആയുധങ്ങളായത് ശക്തി കിട്ടും, തളർച്ചമാകും, ക്ഷീണമാകും. നിന്റെ ഓട്ടം ഓടി തീർക്കാനുള്ള കരുത്ത് നിന്റെ ദൈവം നിനക്ക് തരും. അവങ്ങള് വെറുതെ എന്റെ മനസ്സിലുള്ള പരിചയം ഓശാന ഞായറാഴ്ച മുതൽ പ്രസന്ന വ്യാഴം വരെ ഈശോ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല. ചുമ്മാ ചിന്തിച്ചതാണ്. ഇവിടെ വെട്ടി വിടുന്ന നോയമ്പത് കേൾക്കുന്നതിനെ പ്രശ്നം. എന്റെ മനസ്സിൽ നിങ്ങൾ എവിടെയെങ്കിലും ഈശോ ഭക്ഷണം കഴിക്കുന്നതാണ്. ബുദ്ധിതനായ ഈശോ ഒരു ഭക്ഷണം മഹത്വം കഴിച്ചു. ശിഷ്യന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അവൻ അപ്പം കുറിച്ചു, അവൻ അപ്പം കൊടുത്തു എന്നല്ലാതെ അവൻ മേശയിൽ ഇരുന്നിട്ട് അവൻ ദൈവവചനത്തിന്റെ അഫ്വൈറ്റ് വളർത്തിക്കൊണ്ടിരുന്നു. എപ്പോഴും ദൈവ ഈശോ എപ്പോഴും ഇരുന്നൊക്കെ നല്ലത്. പക്ഷെ അതിനപ്പുറത്ത് വിരുന്ന മേശയിൽ പകരുന്നൊരു സഹനമുണ്ട്, വിരുന്ന മേശയിൽ പകരുന്നൊരു സ്നേഹമുണ്ട്.
ചിലർക്ക് അപ്പന്മാരില്ലേ, കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന ആ ഭക്ഷണം മക്കൾ കഴിക്കുമ്പോൾ അമ്മമാരെ ഒരു വാക്ക് അറിവെന്ന് പറഞ്ഞ ഒരു പുരുഷൻ സ്ത്രീയെ അറിയുന്ന അറിവ് കിട്ടിയോ പറഞ്ഞത് സോ ഇന്റിമേറ്റ് അറിവ്. അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെച്ച നോട്ടിന്റെ പേരല്ല അറിവ്. ഭർത്താവ് ഭാര്യ അറിയുന്നത്, ഭാര്യ ഭർത്താവിനെ അറിയുന്നത്, അതുപോലെ നിന്റെ ദൈവത്തെ നിനക്ക് അറിയാമോ? പുസ്തകത്തിൽ വായിക്കുന്ന അറിവല്ല മക്കളെ, ഇത് ചങ്കിലെ ചോരയിൽ പിഴക്കുന്ന അറിവാ. ഇതൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ. ഒരു പക്ഷേ ഈ പൗരോഹിത്യത്തിന്റെ ഒരു ആനന്ദത്തിന്റെ കാരണമായിട്ട്, എന്റെ പൗരോഹിത്യത്തിന്റെ ആനന്ദത്തിന്റെ കാരണം ഒരു ഗിനസ്കോ ഇങ്ങോട്ട് നടന്നു നല്ലൊരു വാക്ക്. ഉറപ്പല്ലേ അച്ഛനിവിടെ കേരള മൂന്നര വരെ അച്ഛനെ കൊണ്ട് പറയിപ്പിക്കൂ എന്നുള്ളത്, അച്ഛന്റെ കൈകളെ കർത്താവ് പറയിപ്പിക്കൂ എന്നുള്ളത് അച്ഛന്റെ ഉറപ്പാ, ദൈവത്തിലുള്ള ഉറപ്പാ. അതിന്റെ ദൈവഭക്തിയുടെ ഇന്നലെ നമ്മുടെ അമലോത്ഭവത്തിൽ ആഘോഷിക്കുക ഒരു പെങ്കൊച്ച് ജീവിതത്തിലെ ദുരന്തങ്ങൾ അങ്ങേയറ്റം അനുഭവിച്ചവളാ. മംഗളവാക്ക പേരുള്ള മംഗളവാക്ക എന്നാ മംഗളം, ഒരു പെങ്കൊച്ചിനെ തലപോകാൻ പോവാ. 10-14 വയസ്സുള്ള പെങ്കൊച്ചിനോട് നിലപ്പതിരിക്കാൻ പോവാ. She knew the aftermath of accepting this promise. ഇത് ഏറ്റെടുത്ത കലവ് അതുപോലെ സുന്ദരമായ കഥയാണ്. നമുക്ക് ഡാൻസ് കളിക്കാനുള്ള വിഷയം വിടാതെ അല്ല മക്കളെ, ഒരു ജീവിതത്തിന്റെ അടിസ്ഥാനത്തെ പിടിച്ചു കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ കുരിശു മരണത്തിന്റെ